ആത്മീയതയും സാഹസികതയും നിറഞ്ഞ ചാർധാം യാത്രയ്ക്കായി ഭക്തലക്ഷങ്ങളാണ് ദേവഭൂമിയിലേക്ക് ഒഴുകിയെത്തുന്നത്. തീർത്ഥയാത്ര ആരംഭിച്ച ഒരു മാസത്തിനുള്ളിൽ തന്നെ 7 ലക്ഷത്തിലധികം പേരാണ് ദർശനപുണ്യം തേടി കേദാർനാഥിലെത്തിയത്. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ മോക്ഷഭാഗ്യം നേടാൻ ഒഴുകിയെത്തുന്ന ചാർധാം യാത്രയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ആത്മീയതയുടെ ആദിതാളമാണ് തീർത്ഥയാത്രകൾ. ഭാരതീയ സങ്കല്പത്തിൽ ദൈവങ്ങളുടെ നാട് അല്ലെങ്കിൽ ദേവഭൂമി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഉത്തരാഖണ്ഡ്. ആരും കൊതിക്കുന്ന ദേവഭൂമിയിലൂടെ ഒരു തീർത്ഥയാത്രയിലേക്ക്, പുണ്യം തേടി മോക്ഷഭാഗ്യം തേടി ചാർധാം യാത്ര. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഒരേ മനസ്സോടെ ശിവഭഗവാന്റെ മടിത്തട്ടിൽ അലിഞ്ഞു ചേരുന്ന യാത്ര. ഓംകാര മന്ത്രധ്വനികൾ മഞ്ഞുമൂടിയ മലകളിലൂടെ ഒഴുകിയെത്തുന്ന ധന്യനിമിഷം. ഏറ്റക്കുറച്ചിലുകളില്ല, മനുഷ്യരെല്ലാം ഒന്നാണെന്ന് അറിയുന്ന സമയം. സമുദ്രനിരപ്പിൽ നിന്ന് 3500 മീറ്ററിലധികം ഉയരെ ഹിമാലയ മലനിരകളിലോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന യമുനോത്രി, ഗംഗോത്രി, കേദാർനാഥ്, ബദ്രിനാഥ് എന്നീ 4 ആത്മീയ കേന്ദ്രങ്ങളാണ് ചാർധാം ക്ഷേത്രങ്ങളായി അറിയപ്പെടുന്നത്. യമുന, ഗംഗ, മന്ദാകിനി, അളകനന്ദ എന്നീ 4 പുണ്യ നദികളുടെ കരകളിലായാണ് ഈ അതിപുരാതന ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ ശൈത്യകാലത്ത് 6 മാസം അടഞ്ഞുകിടക്കുന്ന ക്ഷേത്രങ്ങൾ ശൈത്യം മാറി സൂര്യകിരണങ്ങൾക്ക് ശക്തിയേറുന്നതോടെ വീണ്ടും തുറക്കും. ഘടികാര സൂചിയുടെ ദിശയിലാണ് ചാർധാം യാത്ര നടത്തേണ്ടത്. ആദ്യം യമുനോത്രി സന്ദർശിക്കണം, പിന്നീട് ഗംഗോത്രിയിലേക്ക്, ഒടുവിൽ കേദാർനാഥും കഴിഞ്ഞ് ബദ്രിനാഥിൽ യാത്ര അവസാനിപ്പിക്കണം. കേദാർനാഥും ബദ്രിനാഥും സന്ദർശിച്ചു മടങ്ങുന്ന ദോധാം യാത്രയും നടത്തുന്നവരുണ്ട്. ഉത്തരകാശി ജില്ലയിലാണ് യമുനാദേവി ക്ഷേത്രമായ യമുനോത്രിയും ഗംഗാദേവി ക്ഷേത്രമായ ഗംഗോത്രിയും സ്ഥിതി ചെയ്യുന്നത്. യമുനയുടെ ഉത്ഭവസ്ഥാനത്ത് ഋഷികേശിൽ നിന്ന് 220 കിലോമീറ്റർ അകലെയായി മലയിടുക്കിലാണ് യമുനോത്രി ക്ഷേത്രത്തിന്റെ സ്ഥാനം. ക്ഷേത്രത്തിലേക്കെത്താൻ ഏകദേശം 6 കിലോമീറ്റർ ദൂരം ട്രക്കിംഗ് നടത്തേണ്ടതുണ്ട്. ഋഷികേശിൽ നിന്ന് 270 കിലോമീറ്റർ അകലെയാണ് ഗംഗോത്രി ക്ഷേത്രം. ബസ്സിലും ടാക്സിയിലുമായി ഋഷികേശിൽ നിന്ന് ഇവിടെ എത്തിച്ചേരാനാകും. ശിവക്ഷേത്രമായ കേദാർനാഥ് സ്ഥിതി ചെയ്യുന്നത് രുദ്രപ്രയാഗ് ജില്ലയിലാണ്. ഋഷികേശിൽ നിന്നോ ഹരിദ്വാറിൽ നിന്നോ ബസ് മാർഗം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം. ടാക്സി സൗകര്യവും ലഭ്യമാണ്. അവസാന സ്റ്റോപ്പായ ഗൗരികുണ്ടിൽ ഇറങ്ങിയ ശേഷം 17 കിലോമീറ്റർ ട്രക്കിംഗ് നടത്തിയാലേ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനാകൂ. തീർത്ഥാടകർക്കായി ഡോളി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഹെലികോപ്റ്റർ ഷട്ടിൽ സർവീസും നടത്തുന്നു. മഹാവിഷ്ണു ക്ഷേത്രമായ ബദ്രിനാഥ് സ്ഥിതി ചെയ്യുന്നത് ചമോലി ജില്ലയിലാണ്. ഋഷികേശ്, ഹരിദ്വാർ എന്നിവിടങ്ങളിൽ നിന്നും ബസ് സൗകര്യമുണ്ട്. ഹരിദ്വാറിൽ നിന്ന് 320 കിലോമീറ്ററും ഋഷികേശിൽ നിന്ന് 300 കിലോമീറ്ററുമാണ് ബദ്രിനാഥിലേക്കുള്ളത്. ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും പ്രധാന തീർത്ഥയാത്രകളിലൊന്നാണ് ചാർധാം യാത്ര.
അതുകൊണ്ട് തന്നെ എത്ര കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സഹിച്ചും ഓരോ തവണയും ലക്ഷക്കണക്കിന് ഭക്തരാണ് പുണ്യദർശനം നേടാൻ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ചാർധാം ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് മോക്ഷഭാഗ്യം നൽകുമെന്നാണ് വിശ്വാസം. ന്യൂസ് ഡെസ്ക് ജനം. ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണുമ്പോൾ അവിടെ എത്തിച്ചേരാൻ ഒരു നിമിഷമെങ്കിലും അവിടെ ഇരിക്കാൻ, ധ്യാനനിമഗ്നനായിട്ടിരിക്കാൻ സാധിക്കണേ എന്ന ഒരു പ്രാർത്ഥനയാണ് എല്ലാവരിലും ഉണ്ടാകാൻ പോകുന്നത്. ഒരു നിമിഷമെങ്കിലും അവിടേക്ക് എത്തിച്ചേരാൻ, ഈ ജീവിതത്തിൽ ഒരു ജീവിതമേ മനുഷ്യനുള്ളൂ, ആ ജീവിതത്തിൽ ഒരു സമയമെങ്കിലും അവിടേക്ക് എത്തിച്ചേരാൻ കഴിയണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.